ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വിന്താലു ആണ്. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. കനം കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സവോള, 2 പച്ചമുളക്, 1 കപ്പ് വിനാഗിരി, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ വീതം മുളക് പൊടിയും കാശ്മീരി ചില്ലിയും. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പൊടികളും പകുതി വീതം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. സെപ്പറേറ്റ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ വിനാഗിരി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്കൊരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കടായി ആണ്. കടായി നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞതും കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടികളെല്ലാം നന്നായി ഒന്ന് മുരിഞ്ഞു കിട്ടുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. പൊടികൾ ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ പൊടികളെല്ലാം നന്നായി ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വേവിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും ആവശ്യത്തിനുള്ള ഗ്രേവി ഇതിൽ വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമുക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് വിന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.